ായിരിക്കട്ടെ. എത്രയും വന്നിയ ഡോക്ടർ എ.പി. ജോർജ് അച്ഛൻ, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. മാതാവിൻ്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ബ്രിഗൻഫീൽഡ് സെന്റ് മേരീസ് ഇടവക ഭക്തിയാദരപൂർവം ഈ 8 ദിവസവും കൊണ്ടാടുമ്പോൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, സന്ദേശത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ ഒരുക്കുവാൻ, നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ വചനം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ, നമ്മുടെ മനസ്സിനെ ഒരുക്കുവാൻ നമുക്ക് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എത്രയും വന്നിയ എ.പി. ജോർജ് അച്ഛനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇടവക അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടി തുടങ്ങിയ ഇടവകയാണ്. അച്ഛൻ്റെ നേതൃത്വം, സുദീർഘമായ പ്രാർത്ഥനാപൂർവമായ നേതൃത്വം അനുഗ്രഹപൂർണമായി ഇന്നും അത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ അവസരത്തിൽ അച്ഛൻ്റെ വലിയതായ പ്രാർത്ഥനയും കരുതലും എല്ലാം ഈ സമയത്ത് നന്ദിയോടെ ഇടവക ഓർക്കുകയാണ്. മാത്രമല്ല, അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ വരികയും ഇപ്പോൾ തുടർന്നുള്ളതായ 2-3 ദിവസം നമ്മുടെ കൂടെ ആയിരിക്കാമെന്ന് സന്തോഷത്തോടെ കേൾക്കുകയും ചെയ്തു. അച്ഛൻ്റെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഈ ഇടവകയ്ക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛന് മനസ്സ് കാണിച്ചത് പ്രത്യേകം ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ പ്രത്യേക അച്ഛനെ നന്ദി അറിയിക്കുക. മാത്രമല്ല, ഈ ഇടവകയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അച്ഛൻ്റെ ഇടവകയാണ്. ദൈവത്തിൻ്റെ വലിയതായ വചനം നമുക്ക് നൽകുവാൻ തക്കവണ്ണം വന്നിയ അച്ഛനെ ശക്തിപ്പെടുത്തുവാൻ, കൃപമേൽ കൃപ പകരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇവിടെയും അതുപോലെ തന്നെ ഇന്ത്യയിലും നാട്ടിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമായിട്ട് തീരുവാനായിട്ട് ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന അച്ഛനെ വചനം നൽകുവാൻ തക്കണം വചന സന്ദേശത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ഈ സമയത്ത് അച്ഛനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട അച്ഛ, വളരെ സ്നേഹിക്കപ്പെടുന്ന ഷെവലിയർ ജോയി, വാട്ടർ ബോയ്സ്, കൊയർ, ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ സന്ധ്യാവന്ദനം. ഹൃദയ മനോഹരമായ ഹൃദ്യഗാനങ്ങളാൽ
മനസ്സിൻ്റെ തുയിലുണർത്തിയ ഗായക സംഘത്തിന് പ്രത്യേകം നന്ദി. യെശയ്യാപ്രവചനം 66 അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മെറ്റേണൽ പ്രൊഫൈൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മാതൃമനസ്സ് കാണാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ്. അതിലൊരു ഭാഗം ഞാൻ വായിക്കുന്നു. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ ആശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മെഡിക്കൽ സയൻസ് എക്സ്പേർട്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. പക്ഷേ അതൊന്നും തുല്യപ്പെടുത്താൻ പറ്റില്ല. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സൂര്യൻ്റെ ആയുസ് 7.5 ബില്യൺ വർഷങ്ങളാണെന്നാണ് സ്പേസ് സയൻറ്റിസ്റ്റ് പറയുന്നത്. 7.5 ബില്യൺ ഇയേഴ്സ്. അത് കഴിയുമ്പോൾ സൂര്യൻ ഒരു റെഡ് ജയന്റായി വളരുകയും വികസിച്ച് അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളെയൊക്കെ വിഴുങ്ങുകയും ചെയ്യുമെന്നാണ് ഭീതിപ്പെടുത്തുന്ന പ്രവചനം. അന്ന് വരെ ഭൂമിയിൽ ദൈവ ആരാധന ഉണ്ടായിരിക്കും. അന്ന് വരെ മേരി മാതാവിനെ സ്ത്രീകളിൽ അനുഗ്രഹീതയായി തലമുറ തലമുറ വാഴ്ത്തിക്കൊണ്ടിരിക്കും. ഇത് ഒരു സഭ നൽകുന്ന പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഒന്നുമല്ല. തിരുവചനത്തിലെ ശക്തമായ മാർഗനിർദ്ദേശമാണ്. മറിയാമിൻ്റെ സാന്നിധ്യത്തിൽ മറിയാമിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീത. ബ്ലെസ്സഡ് മേരി. ഇത് നിഷേധിക്കാൻ ഒരു സഭകൾക്കും സാധിക്കില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുകയും പാടുകയും ചെയ്ത ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മേരി മാതാവ് പറഞ്ഞു, അവിടുന്ന് എൻ്റെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്കോസ് 1:48 വാക്യം. വളരെയധികം സെന്റിമെന്റൽ ടൈസ് ആണ് മേരി മാതാവുമായി വിശ്വാസികൾക്കുള്ളത്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വന്തം അമ്മയുടെ സ്നേഹത്തിൻ്റെ ശക്തമായൊരു സ്പന്ദനമാണ് മേരി മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്നത്. അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും വികാരങ്ങളും നമ്മെ കയ്യിലെടുത്ത് നമ്മെ താലോലിച്ച അമ്മയിലേക്ക് സഞ്ചരിക്കും. ആ ഒരു ആർക്കിടൈപ്പാണ്, ആ ഒരു ബോധമാണ് ഇത്രയധികം വിശ്വാസികളെ ട്രിഗർ ചെയ്യുന്നത്. സെയിൻറ്റ് മേരിയുടെ പ്രാർത്ഥനകളിലും സെയിൻറ്റ് മേരിയുടെ പെരുന്നാളുകളിലുമൊക്കെ ആളുകളെ വളരെയധികം ആകർഷിക്കും. വിക്ടർ ഹ്യൂഗോ ഒരിക്കൽ പറഞ്ഞു, എ മദേഴ്സ് ആംസ് ആർ മെയ്ഡ് ഓഫ് ടെൻഡർനെസ്
and children sleep soundly in them. അമ്മയുടെ കയ്യിൽ കിടന്നാൽ ഉറങ്ങാത്ത കുഞ്ഞുങ്ങളില്ലേ? പലപ്പോഴും അപ്പൻ്റെ കയ്യിൽ കിടന്നാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അമ്മയുടെ കയ്യിൽ മുഴുവൻ സെൻസറുകളാണ്, സ്നേഹത്തിൻ്റെ സെൻസറുകൾ. അതിൽ കിടന്നാൽ ഉറങ്ങിപ്പോകും. അതിലൊക്കെ നമ്മളൊക്കെ സാക്ഷികളാണ്. എത്ര രോഗ പ്രതിസന്ധികളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ നമ്മൾ ആ കൈത്തണ്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ്. അത് വലിയൊരു അനുഭൂതിയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹമാണ് പലപ്പോഴും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹവും വളരെയധികം ചർച്ച ചെയ്യുന്നു. അമ്മയുടെ സ്നേഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ബൈബിളിൽ ധാരാളമാണ്. മക്കളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവ സ്നേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അമ്മയുടെ സ്നേഹമെന്ന് പറഞ്ഞു. പിന്നെ അതിന് യാതൊരുവിധ ഡെഫിനേഷൻ ആവശ്യമില്ല, ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല. അമ്മയുടെ സ്നേഹം പോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. വലിയൊരു ഡെഫിനേഷനാണ്, വലിയൊരു നീണ്ട പ്രസംഗമാണ്. ദൈവത്തിൻ്റെ വിസ്മയ സ്നേഹത്തിൻ്റെ വലിയൊരു ക്യാൻവാസാണ് അമ്മ. അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. നമുക്ക് ചുറ്റും കാണുന്നതൊക്കെ കണ്ടീഷണൽ ലവ് ആണ്. ഇഫ് യു ലവ് മീ ഐ വിൽ ലവ് യു, ഇഫ് യു ആർ ഓക്കെ ഐ ആം ഓക്കെ വിത്ത് യു. പക്ഷേ ഉപാധികളില്ലാത്ത സ്നേഹത്തിന് അങ്ങനെയല്ല. നീ എന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യും, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അഗപ്പെ എന്ന് പറയും. ദൈവത്തിന് സ്നേഹിക്കാനേ അറിയൂ, ദേഷ്യപ്പെടാനോ തള്ളിക്കളയാനോ അറിയില്ല. വളരെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരിക്കലൊരു വിശ്വാസി എന്നോട് പറഞ്ഞു, 1 മണിക്കൂർ എനിക്ക് അച്ഛൻ തരണം, എനിക്ക് അച്ഛനുമായിട്ട് ഒന്നിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 1 മണിക്കൂറിന് വേണ്ടി തയ്യാറായി. അദ്ദേഹം വന്നു. കുറച്ചു നേരം വളരെ നിശബ്ദനായി അദ്ദേഹം ഇരുന്നു. അതിനുശേഷം മുഖം മേഘാവൃതമായി എന്നെ കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന സംഭവം? എന്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയ നൊമ്പരം? എന്താണ്? ഒന്നും പറഞ്ഞില്ല. വളരെ ആഴത്തിൽ നിന്ന് ഗദ്ഗതങ്ങളോടുകൂടി വരുന്ന കരച്ചിൽ. നിസ്സഹായനായി ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്താ പറയുക, എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കരയുകയാണെങ്കിൽ നമുക്കതിനെ മീഡിയേറ്റ് ചെയ്യാം. പക്ഷേ കരച്ചിൽ നിസ്സഹായനായി ഞാൻ നോക്കി നിൽക്കുമ്പോൾ വളരെ നേരം അദ്ദേഹം കരഞ്ഞു. അതിന് വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അല്പം ശാന്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ 2 ദിവസം മുമ്പ് മരിച്ചു. മാതാവിൻ്റെ വേർപാട്, പിതാവിൻ്റെ വേർപാടൊക്കെ വളരെ പോണ്ടിങ്ങാണ്. നമ്മുടെ ബന്ധങ്ങളുടെ വേരുകൾ വലിച്ചു പറിക്കുന്ന ഒരനുഭവമാണ്. അതായിരിക്കും എന്ന് ഞാൻ ആശ്വസിപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ചില വാക്കുകൾ എൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മ മരിച്ചതിൻ്റെ വേദന മാത്രമല്ല, അമ്മ മരിച്ചപ്പോഴാണ് അമ്മയെ ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിൽ വല്ലാതെ ബുദ്ധിമുട്ടി. ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ വളരെ കയർത്ത് സംസാരിക്കും.
ബഹുമാനത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട് അമ്മയോട് ദേഷ്യപ്പെട്ടു. വളരെ ക്രൂവലായിട്ട് ഞാൻ പെരുമാറി. ഞാൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ അമ്മയുടെ വളരെ മിസറബിളായ ഹെൽപ്ലെസ് ആയിട്ടൊരു മുഖം. I cannot tolerate that. അതെന്നെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. That's why I want to cry before you. ഇനി എനിക്ക് പോയി അമ്മയോട് മാപ്പ് ചോദിക്കാൻ പറ്റില്ല. കരഞ്ഞാലൊരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എന്നെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ദേഷ്യപ്പെട്ടതുപോലെ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നെനിക്ക് ദുഃഖം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടപ്പോഴൊക്കെ നിസ്സഹായതയുടെ ഹെൽപ്ലെസ്നെസ്സിൻ്റെ മുഖവുമായ അമ്മ നിർവികാരതയോടെ നിന്ന പ്രൊഫൈൽ is deeply ingrained in my mind. How can I erase it? അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ മനസ്സിൽ സൂക്ഷിച്ച വാക്കുകളെല്ലാം ഫ്രീസായി. ഞാനൊന്നും മിണ്ടിയില്ല. കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വളരെ ശക്തമായൊരു ബാക്ക് ഫയറിംഗ് ആയിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സ് കൂടാതെയും ചെയ്ത അപരാധം. അറിവ് കൂടാതെയും മനസ്സ് കൂടാതെയും ചെയ്ത എൻ്റെ മാതാവുമായിട്ടുള്ള ഇടപെടലിൽ ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ 100,000 മുനകളുള്ള ചിന്തകളായ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതെനിക്കൊരു ഭാരമായി. മറന്നിരുന്നതാണ്, ഓർക്കാതിരുന്ന ഒരു പാപമാണ്. I was miserable at that night. അമ്മയുടെ സ്നേഹം അത് തൊട്ടും തലോടിയും വളർന്ന നമുക്ക് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു വാക്കെങ്കിലും എതിർത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഇല്ലാത്തൊരു വികാരങ്ങളുടെ വേരിയേറ്റം അനുഭവപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരുന്നത് അമ്മയുടെ കരങ്ങളാണ്. അമ്മയുടെ കരം എന്ന് പറയുന്നത് കംഫർട്ട് സോൺ. ജീവിതത്തിൻ്റെ ചില നിസ്സഹായതയും ചില ഒറ്റപ്പെടലും ചില ഏകാന്തതയും വിഷാദ രോഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴുമ്പോൾ അമ്മയുടെ കരുതലുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചാൽ തന്നെ ഒരു ആശ്വാസമാണ് അതുണ്ടാകും. സ്ട്രോളറും വണ്ടിയൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്താണ് നമ്മളെയൊക്കെ നമ്മുടെ അമ്മമാർ വളർത്തിയത്. എത്രയോ മണിക്കൂറുകളാണ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അമ്മ കൈകളിൽ വഹിച്ചു. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞങ്ങളുടെ ഇടവപ്പള്ളി വളരെ അകലെയാണ്. പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല, പാടത്തുകൂടെ മഴക്കാലത്തൊക്കെ. ഞാൻ പിന്നീട് ആ വഴിയൊക്കെ യാത്ര ചെയ്തപ്പോഴോ ഈ വഴിയിൽ എന്നെയും എടുത്തുകൊണ്ട് നടന്നു എൻ്റെ അമ്മ പള്ളിയിലേക്ക്. വളരെ ദൂരം. രോഗമായിരുന്നപ്പോൾ, ആരാധനയ്ക്ക് നിന്നപ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ അമ്മയുടെ കരങ്ങളായിരുന്നു നമ്മുടെ കംഫർട്ട്സ്. അമ്മയുടെ സ്നേഹസ്പർശത്തിലൂടെ നമ്മൾ ഓരോരുത്തരും തൊട്ടനുഭവിച്ചറിഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ പവർ ടച്ചാണ്. പലപ്പോഴും നമുക്ക് ദൈവം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, ഇതൊക്കെ നമുക്ക് വളരെ സംശയമുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല. അമ്മയുടെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അമ്മ മക്കളെ കരങ്ങളിൽ വഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ എല്ലാം കരങ്ങളിൽ വഹിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട പ്രവചനം.
41-ാം അധ്യായത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ എന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി. എന്തൊരു കംഫർട്ടിങ് ആണല്ലേ ദൈവത്തിൻ്റെ വാക്ക്, ഒരു അമ്മയുടെ വാക്ക് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ അത് അമ്മയുടെ കരങ്ങൾ ആശ്വാസമായി, നിർവൃതിയായി, റിലീഫായി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിസ്മയ സ്നേഹത്തിൻ്റെ പിന്നിൽ ദൈവം ചാലിച്ചു ചേർത്തിരിക്കുന്നത് ഒരു പ്രത്യേക രസതന്ത്രമാണ്. ന്യൂറോ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന വിദഗ്ധര് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതെന്താണ്. ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോണാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഈ ബോണ്ടിങ്ങിൻ്റെ പിന്നിലെ രസതന്ത്രം എന്നാണ് മെഡിക്കൽ സയൻസിൻ്റെ കണ്ടെത്തൽ. കുഞ്ഞിനെ അമ്മ കരങ്ങളിലെടുത്ത് ലാളിക്കുമ്പോൾ അമ്മയിലും കുഞ്ഞിലും ഈ ലവ് ഹോർമോണിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാണ്. ആജീവനാന്തം നിലനിൽക്കുന്നതാണ് ഈ അനുഭവം. അതുകൊണ്ടാണ് ഇപ്പോഴും അമ്മ എന്ന് ഓർക്കുമ്പോൾ നമ്മളിൽ ഒരു വല്ലാത്ത നിർവൃതിയും വികാരങ്ങളും ഒക്കെ അലയടിച്ചു വരും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളാണ് അമ്മയിലൂടെ നമ്മൾ അനുഭവിച്ചത്. ദൈവത്തിന് മക്കളോടുള്ള സ്നേഹം ഇതിനേക്കാൾ ശക്തമാണെന്നാണ് പ്രവാചകൻ നമ്മളോട് പറയുന്നത്. 49-ാം അധ്യായം, യെശയ്യാപ്രവചനം 49-ാം അധ്യായം 15-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? മക്കളോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അൾസൈമേഴ്സ് എന്ന് പറയുന്ന രോഗം വലിയൊരു പ്രതിസന്ധിയാണ് പ്രായമായവരിലുണ്ടാക്കുന്നത്. ഓർമ്മയുടെ ഫയലുകൾ ദ്രവിച്ചു പോവുകയും ഓർമ്മിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വിഷമം പങ്കുവെച്ചു. അമ്മയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് തോന്നി കുറച്ച് നാളായി. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോഴും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് എന്നെ നോക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് മറവിയുണ്ട്. അതുകൊണ്ട് അമ്മ എന്നെ മറന്നു പോയോ എന്നൊരു വിഷമം എനിക്ക്. ചിലപ്പോഴൊക്കെ വളരെ അലക്ഷ്യമായിട്ടാണ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നോക്കുന്നത്. പരിചയമില്ലാത്ത നമ്മുടെ ഓർമ്മയ്ക്ക് മെമ്മറി സൂക്ഷിക്കുന്നതിന് ന്യൂറോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ 3 സ്റ്റേജസ് ഉണ്ട്. രജിസ്റ്ററിങ്, നമ്മളൊരു കേൾക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്നു, വീണ്ടും അത് റീകോൾ ചെയ്യും. നമ്മളൊരു കാര്യം ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മകളുടെ ഫയലിൽ നിന്ന് ഓർക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് മുമ്പിൽ കൊണ്ടുവരും. ഇതൊരു അത്ഭുതകരമായ മെക്കാനിസമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ആൻഡ് റെക്കഗ്നൈസ് ചെയ്യും. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ ദേവാലയത്തിൽ വരുന്നത്. എനിക്ക് പല മുഖങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ഓർമ്മ ഇപ്പോഴും നോർമലാണെന്നുള്ളത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ ഓർമ്മയുടെ മെമ്മറിയിൽ ഈ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യാതെ ആയി കഴിഞ്ഞു. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ മനസ്സിൻ്റെ അബോധ തലങ്ങളിൽ നീയുണ്ട്, നിന്നെ മറക്കാൻ കഴിയില്ല. അത് ജൈവപരമായൊരു ബന്ധമാണ്. പക്ഷേ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഫേസ് പലപ്പോഴും റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നീയുണ്ട്. അമ്മയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നീ പോവില്ല. മനസ്സിൻ്റെ അബോധ തലങ്ങളിൽ നീയുണ്ട്.
ദൈവം പറയുന്നു, അമ്മ മറന്നു എങ്കിൽ പോലും ഏതെങ്കിലും കാരണത്താൽ മറന്നാലും I will not forget you. എന്തൊരു കംഫർട്ടിംഗ് ആണല്ലേ. ചില ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ ഓർത്തിട്ട് ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ മറന്നു, ഇനി ദൈവം എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മക്കളെ ആശ്വസിപ്പിക്കാനുള്ള വളരെ പ്രസാദാത്മകമായ വാക്കുകൾ അമ്മക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായൊരു കഴിവാണ്. അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ സാന്ത്വനപ്പെടുത്തുമെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ അമ്മയെ പോലെ നിന്നെ ആശ്വസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ദിനവൃത്താന്തത്തിൻ്റെ പേജുകൾ നമുക്ക് പുറകോട്ട് മറക്കാം. കൊച്ചുകാലം മുതൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് ലൈഫ് തുടങ്ങിയ അന്ന് വരെ എത്ര പ്രാവശ്യം അമ്മയുടെ വാക്കുകൾ നമ്മെ കംഫർട്ടാക്കി. എത്ര ദുഃഖങ്ങൾ വന്നപ്പോൾ, എത്ര വീണപ്പോൾ, നിസ്സഹായത, അമ്മയുടെ വാക്കുകൾ ആശ്വാസവചനങ്ങളായി. അമ്മ കൗൺസിലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, അമ്മയ്ക്ക് സൈക്കോളജി അറിയില്ല, എങ്ങനെയാണ് ഒരാളെ ആശ്വസിപ്പിക്കേണ്ടതെന്നും ഒരിക്കലും അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും ഒരു ഇൻ സർവീസ് ഒന്നും ആരും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു സിദ്ധിയാണ് അമ്മയാകുമ്പോൾ ആശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പരാജയങ്ങൾ, ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ വരിക, ചില വാതിലുകൾ തുറക്കാതെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വളരെ അസ്വസ്ഥനായിട്ടുണ്ട്. എന്താണ്, എന്തൊരു കഷ്ടമാണ്, പ്രാർത്ഥിച്ചിട്ട് അത് ലഭിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ അമ്മയുമായിട്ട് വേദനകൾ പങ്കുവെക്കുമ്പോൾ അമ്മ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. നിന്റെ ഓഹരി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് നിനക്ക് കിട്ടും. അമ്മ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ബൈബിൾ വായി അതിനെക്കുറിച്ച് ഗൃഹമായി പറയാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞിരിക്കില്ല. പക്ഷേ ഈ ഒരു അമ്മയുടെ ഉപദേശം ഇന്നും എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഹരി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് ആർക്കും നഷ്ടപ്പെടാൻ എടുക്കാൻ പറ്റില്ല. That is safe in the hands of God. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഓരോരുത്തരും അമ്മയുമായി പങ്കുവെച്ച അസ്വസ്ഥതകളും ഹൃദയ നൊമ്പരങ്ങളും വളരെ വളരെ അധികമാണ്. പലപ്പോഴും പ്രവാസ ജീവിതത്തിലെ മക്കൾ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നാട്ടിൽ അമ്മയെ വിളിച്ചാൽ, അപ്പനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ വളരെ ആശ്വാസമാണ്. എന്താശ്വാസമാണ്? ഈ ഹൈടെക് കൾച്ചറിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മുടെ ചലഞ്ചസ്, ജോലിയിലെ സ്ട്രെസ്, അതൊക്കെ അവർക്കെങ്ങനെ അറിയാം? അതൊന്നും അവരറിയേണ്ട കാര്യമില്ല. അവരുടെ വാക്കുകളിൽ മുഴുവൻ ദൈവത്തിൻ്റെ ശക്തി കംപ്രസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയൊക്കെ മോനെ എന്ന് വിളിക്കുമ്പോഴും മോളെ എന്ന് വിളിക്കുമ്പോഴും തലോടുമ്പോഴും വി ആർ എക്സ്പീരിയൻസിങ് the real amazing touch of God. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ മതി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയ്ക്കും. എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം.
ഒന്നിനെക്കുറിച്ചും വിചാരമില്ല. ഈ വേദഭാഗം എൻ്റെ മനസ്സിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ എന്നെ സഹായിച്ചത് ഒരു ഓങ്കോളജിസ്റ്റ് ലേഡി ഡോക്ടറാണ്. അവർക്ക് വളരെ അറിയപ്പെടുന്ന പ്രശസ്തയായ ഒരു ഡോക്ടർ. അവരുടെ അടുത്ത് വരുന്ന കേസസ് എല്ലാം നമുക്കറിയാം, ഓങ്കോളജി ക്യാൻസർ കേസുകളെല്ലാം ഒരു ഫാറ്റലായിട്ടുള്ള ഒരു കോഴ്സാണ് അതിനുള്ളത്. പക്ഷേ അവരതിനെ അത്ഭുതകരമായി മീഡിയേറ്റ് ചെയ്യും, കംഫർട്ടബിളാണ്. ഒരു സഹനപൂർണമായ യാത്രയിൽ അവരുടെ സാന്നിധ്യം പല രോഗികൾ പറഞ്ഞൊരു അമ്മ ഹെൽപ്പ് ചെയ്തതുപോലെയാണെന്ന് പറയാം. കേരളത്തിലെ വളരെ വളരെ അറിയപ്പെടുന്ന ഒരു ഓങ്കോളജിസ്റ്റ് ഒരിക്കൽ അവർക്കൊരു ഡയഗ്നോസിസ് കിട്ടി, ക്യാൻസർ. വളരെ ചലഞ്ചിങ് ആയിരുന്നു ആ ഡയഗ്നോസിസ്. എത്രയധികം രോഗികളെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൊച്ചു ഡോക്ടറായി സുഖപ്പെടുത്തിയ ഡോക്ടർ. അവരെ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ, അത് ചികിത്സയിൽ സുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെല്ലാം ഒന്നിച്ചു കൂടി. ഒരുപാട് പ്ലാൻസും പ്ലാൻ ബിയും സിയും ഒക്കെ വെച്ചു. ഒത്തിരി ഡയഗ്നോസിസിൻ്റെ സാധ്യതകളൊക്കെ അന്വേഷിച്ചു. പല സ്ഥലത്തു നിന്നും മരുന്ന് വരും. അവർ പറഞ്ഞു, എനിക്ക് യാതൊരു പ്രയോജനവും കിട്ടിയില്ല. ഇവിടെ അവരൊരു കാര്യം, വലിയൊരു എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ എനിക്ക് സുഖമാവും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് എത്തി പ്രൊഫസറുടെ അടുത്ത് പ്രൊഫസറോട് പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് സാറ് വന്നിരിക്കുന്നത്. സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് രോഗത്തിൻ്റെ മർമ്മങ്ങളും വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നൊക്കെ പഠിച്ചത് അനേകർക്ക് പ്രയോജനപ്പെടുത്തിയ ഒരു ശിക്ഷയാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു രോഗിയാണ്. എല്ലാ ടെസ്റ്റിൻ്റെയും മെഡിക്കൽ എക്സാമിനേഷൻ്റെയും മെഡിക്കൽ ടെക്നോളജിയുടെ റിസൾട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിരത്തി. പ്രൊഫസർ അതെല്ലാം വായിച്ചു, വളരെ നേരം വായിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടി, ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. വളരെ തിളങ്ങുന്ന കണ്ണുകളോടുകൂടി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ അർത്ഥങ്ങളിലേക്കും ആഴങ്ങളിലേക്കും നീ ഗഹനമായി കടന്നു വരാറുള്ളത് ഞാൻ ഓർത്തുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന പല പേഷ്യൻസിനോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ കുട്ടി അവിടെ ഉണ്ട്, എന്തിനാണ് നിങ്ങൾ ഇവിടം വരെ വരുന്നതെന്ന് പറഞ്ഞ് നിൻ്റെ അടുക്കൽ ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിന്നെ നീ കീഴ്പ്പെടുത്തിയ രോഗം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അവൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ പറയരുത്. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല. പേഷ്യൻറ്റും ആശുപത്രിയും കീമോതെറാപ്പിയും അങ്ങനെയുള്ള ഒരു ലോകത്തായിരുന്നു എൻ്റെ ജീവിതം. ഇതിൽ നിന്നൊക്കെ മാറി എൻ്റെ കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്ന് വിശ്രമിക്കാനുള്ള തിരഞ്ഞെടുപ്പിലായിരുന്നു ഞാൻ. അങ്ങനെ പറയരുത് സാർ. Have to find some way out for me. അദ്ദേഹം എന്നിട്ട് ഷെൽഫിൽ നിലെ മുറിയിൽ നിന്ന് ഒരു ബുക്കെടുത്ത് അതിലൊരു ഷീറ്റ് കീറി എന്തോ സ്ക്രിബിൾ ചെയ്ത് വീണ്ടും ഒരു കവറിലിട്ട് കൊടുത്തു. ഇതാണ് എനിക്ക് നിനക്ക് തരാനുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ്. വീട്ടിൽ ചെന്ന് അത് തുറന്നു നോക്കാം. അവർ വളരെ ഭാരമേറിയ മനസ്സുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ട്രെയിൻ കയറിയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി. വേറെ ഒന്നുമല്ല, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുക.
എല്ലാം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം നിന്റെ ചിന്തകളെയും വികാരങ്ങളെയും ക്രിസ്തു യേശുവിൽ കാണും. അതായിരുന്നു പിന്നീട് അവരുടെ വേദന സഹായം. അവർ പറയുന്നത് ജീവിതത്തിലെ ഈ പെയിനും നിരാശയും ഒക്കെയും കൂടി കടന്നു വന്ന് വല്ലാത്തൊരു ദുസ്സഹമായ അവസ്ഥയിലാകുമ്പോൾ ഞാനിത് വായിക്കും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനം, ഹെവൻലി പീസ് കാംസ് മൈ മൈൻഡ്. അത് വായിച്ചാണ് നിത്യതയിലേക്ക് ശാന്തമായി അവർ യാത്രയായതെന്ന് സാക്ഷി. അമ്മയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ പ്രതിധ്വനിയാണ്. വളർന്നപ്പോൾ നമ്മൾ അമ്മയെ വിട്ട് ജീവിതത്തിൽ സ്വയം ചുവടുവെച്ചപ്പോൾ കഷ്ടനഷ്ട ശോധനകളിലും ഒറ്റപ്പെടലിലും അമ്മയെ പോലെ നമുക്ക് ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. മാതാപിതാക്കൾ നമ്മൾ വിട്ടങ്ങ് പോകുമ്പോൾ അവരുടെ പ്രതിനിധിയായി ഇമ്മാനുവേൽ നമ്മോട് ചേർന്ന് നിൽക്കും. How blessed we are. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിൻ്റെ മർമ്മമാണ്. അമ്മയ്ക്ക് മക്കളോടുള്ള ബന്ധം പോലെ ശാശ്വതവും അനശ്വരവുമാണ് ദൈവത്തിൻ്റെ സ്നേഹവുമെന്ന് പറഞ്ഞ് എൻ്റെ ഷെയറിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ജീവിതത്തിലെ ബന്ധങ്ങൾ പലതും മങ്ങിപ്പോകും, ശിഥിലമാകും. എന്നാൽ അമ്മയ്ക്കും മക്കൾക്കും ഇടയിലുള്ള ബന്ധം സുസ്ഥിരമാണ്. എത്രയെത്ര ബന്ധങ്ങൾ തകർന്നു പോയതിൻ്റെ വേദന നമുക്കുണ്ട്. ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് കരുതി നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കെട്ടി നിർത്തിയ എത്രയോ ബന്ധങ്ങളാണ് ഷേക്ക് ചെയ്ത് പോയത്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ യാതൊരു മാറ്റവുമില്ലാതെ നമുക്ക് പ്രചോദനം നൽകി നിലനിന്ന ബന്ധമാണ് അമ്മയുടെ ബന്ധം. ആ ബന്ധമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ ബന്ധമായി നമ്മൾ അനുഭവിക്കുന്നത്. അമ്മയ്ക്ക് മക്കളോടുള്ള ബന്ധത്തെക്കാൾ ശക്തമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് നമ്മളോട് നമ്മുടെ മാതാവിനുള്ളത് എന്ന തിരുവചനത്തിലെ ആവർത്തിക്കുന്ന പ്രമേയങ്ങൾ നമുക്കൊരു ആശ്വാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യങ്ങൾ എത്രയോ ആളുകൾക്കാണ് ജീവിതത്തിൽ പ്രത്യാശ പകർന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മുടെയൊക്കെ മനസാക്ഷിയിൽ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കിയതാണ് ഈ അടുത്ത കാലത്ത് വയനാട്ടിലെ ദുരന്തം. ഒരു രാത്രി കൊണ്ട് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിച്ചിരുന്ന ആളുകൾ നിസ്സഹായരായി കാണുന്നവരുടെ മുമ്പിൽ സഹായത്തിന് വേണ്ടി, വീടിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി കൈനീട്ടുന്നതിൻ്റെ വളരെ വേദനാജനകമായ ചിത്രങ്ങളാണ് നമ്മൾ ടി വിയിലൂടെ കണ്ടത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് മീഡിയ ഇത്ര ശക്തമല്ലായിരുന്നെങ്കിൽ ഈ നൊമ്പരം അനുഭവിക്കണ്ടായിരുന്നുവല്ലോ എന്ന്. ടി വി ചാനലുകളിലെ ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്കൊരു വീട് തരാമോ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടവരെ എവിടെയാണ്, എന്തെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ ഒരു അംശം കണ്ടെത്തി തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിസ്സഹായരായി കരയുന്നവരുടെ മുഖം ഷെയർ ചെയ്ത അതിൽ ഒരു
ഷോട്ട് ഇപ്പോഴും മനസ്സിൽ വളരെ ഡിസ്റ്റർബിങ് ആണ്. ഒരു കുഞ്ഞിനോട് വളരെ എന്നാണ് എനിക്ക് തോന്നുന്നു മേ ബി 5 years old. കരയുടെ എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ മുഴുവൻ കരച്ചിലാണ്, ഒരു വിലാപ ഭൂമിയാണ്. ആ ഗദ്ഗതത്തിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞു, അമ്മയില്ല. ആർക്കാണ്, ഏത് ഗവൺമെന്റിനാണ്, ഏത് സൗജന്യങ്ങൾക്കാണ് അതിന് പരിഹാരങ്ങൾ കാണുക? ആ മുഖത്ത് സർവ്വ ലോകത്തെ വേദനകളും മുഴുവൻ ഒന്നിച്ച് പെയ്തിറങ്ങിയതുപോലെ എനിക്ക് തോന്നിയ മുഖം. ഒരു വളരെ ദുരൂഹമായ ഒരു ചിന്ത. ആരെല്ലാം ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹം, അമ്മയുടെ സ്നേഹമായ ഒരു കാലത്ത് നമ്മളിലേക്ക് പെയ്തിറങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല. ജീവിത സായാഹ്നത്തിലെത്തിക്കഴിയുമ്പോൾ ഒരുപാട് നിരർത്ഥക ചിന്തകൾ ഞാൻ ഉൾപ്പെടുന്ന സീനിയർ സിറ്റിസൻസിനെയൊക്കെ പിന്തുടരും. ഓഗസ്റ്റ് 21 വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആയി ലോകം മുഴുവൻ ആചരിച്ചു. ഒരുപാട് സംഘർഷങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, നഷ്ടബോധങ്ങൾ, ആകാംക്ഷകൾ, അതൊക്കെ മല്ലയുദ്ധത്തിനിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അതിൻ്റെ ഗ്രാവിറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെല്ലാം പ്രതികൂലതകളുടെ, വെല്ലുവിളികളുടെ, സംഘർഷങ്ങളിലൂടെയാണ് വാർദ്ധക്യം കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? മെഡിക്കൽ സയൻസിന് കഴിയില്ല, മക്കൾക്ക് കഴിയില്ല. കാരണം അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ മനസ്സിലെ നഷ്ടബോധങ്ങൾ, ഏകാന്തത, നിരാശ, അവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വിസ്മയകരമായ സാന്നിധ്യം മനസ്സിൽ ഉറപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ യാത്രയും കടന്ന്, മരണനിഴൽ താഴ്വരയും കടന്ന് നിത്യതയിലെത്തും വരെ കൈവിടാതെ കരുത്തുള്ള കരങ്ങളിൽ പിടിച്ച് മുന്നോട്ട് പോകുമെന്ന ദൈവത്തിൻ്റെ വിസ്മയ വാഗ്ദത്തങ്ങൾ മതി നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ. ദൈവ സ്നേഹം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. 22-ാം സങ്കീർത്തനം 10-ാം വാക്യം. അങ്ങയുടെ കയ്യിലേക്കാണ് ഞാൻ പിറന്നു വീണത്, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം. സങ്കീർത്തനക്കാരൻ്റെ ഒരു വലിയ വിസ്മയകരമായ ഒരു സെലിബ്രേറ്റിംഗ് വേർഡാണ്. ദൈവമേ, ഞാൻ പിറന്നു വീണത് അങ്ങയുടെ കരങ്ങളിലേക്കാണ്. അവിടെ മുതലല്ല, അതിൻ്റെ പിറകോട്ട് അദ്ദേഹം വായിക്കുകയാണ്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ, the 9 months. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റില്ലേ? ദൈവമാണ് ആ സമയത്തെ പരിപാലകൻ. ഓരോ ഇഞ്ചിഞ്ചായുള്ള വളർച്ചയ്ക്ക് കാതോർത്തും കണ്ണിൽ തുറന്നും നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. മെഡിക്കൽ സയൻസ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ പ്രീനേറ്റൽ, നേറ്റൽ, പോസ്റ്റ് നേറ്റൽ ഇങ്ങനെ 3 തിരിച്ചിരിക്കും. പ്രീനേറ്റലാണ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം. ഇന്ന് മെഡിക്കൽ ടെക്നോളജി ഒരുപാട് വളർന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ തിരിച്ചറിയാൻ പറ്റും, അബ്നോർമാലിറ്റീസ് അറിയാൻ പറ്റും. പക്ഷേ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല.
ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിലായിരുന്നു. അതായിരിക്കും മെഡിക്കൽ സയൻസ് ഒക്കെ വളരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം, അവിടെ നിന്നാണ് എൻ്റെ ദൈവം. ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ, ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ടീനക്കിൽ ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു കപ്പിൾസ് എന്നോട് പറഞ്ഞു, അച്ഛാ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ. വാട്ട് ഈസ് ദാറ്റ്? 3 മാസം പ്രഗ്നൻ്റ് ആണ് വൈഫ്. പക്ഷേ എന്തൊക്കെയോ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെന്നാണ് മെഡിക്കൽ ടെക്നോളജി പറയുന്നത്. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. അത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കുഞ്ഞ്. എന്താ ചെയ്യണ്ടേ? ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ അച്ഛന്മാർക്കും ഡോക്ടർമാർക്കും വളരെ ഉത്തരം പറയാൻ വിഷമമുള്ള ഒത്തിരി ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതൊരു ചെറിയ വിഷമമുള്ളൊരു കാര്യമല്ല. ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ നിസ്സഹായരായ രോഗികൾ ചോദിക്കുന്ന ചോദ്യത്തിൽ മെഡിക്കൽ ടീം വല്ലാതെ കുഴങ്ങിപ്പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ബലഹീനരായ ഞങ്ങളോട് ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ പലപ്പോഴും ക്വസ്റ്റ്യൻ. അവരോട് ഞാൻ പറഞ്ഞു, എന്താ പറയുക, ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു ഫെലോഷിപ്പ് ഉണ്ടല്ലോ, ലെറ്റ്സ് പ്രേ. The child is in the hands of God. ദൈവം ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അബ്നോർമാലിറ്റിയെ നോർമലാക്കാൻ ദൈവത്തിന് കഴിയില്ലേ? അവര് പ്രാർത്ഥന തുടങ്ങി. ഒത്തിരി സാധ്യതകളാണ്. നമ്മുടെ മെഡിക്കൽ സയൻസ് വളർന്നതിൻ്റെ ഒരു ഗുണമാണ്. അവർ പ്രാർത്ഥിച്ചു, കുഞ്ഞ് ജനിച്ചു. Absolutely normal child. Praise the Lord. Praise the Lord. ദാവീദ് ഇതിനൊക്കെ മുമ്പ് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ദൈവം. എത്രമാത്രം പ്രതിസന്ധികളുള്ള ചാലുകളിലൂടെയാണ് കടന്നൊരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പലപ്പോഴും നമുക്കൊരു നോർമൽ ചൈൽഡിനെ കിട്ടുമ്പോൾ അത് എന്തുമാത്രം വലിയൊരു ഭാഗ്യമാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അത് എൻ്റെ ഒരു അവകാശം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എത്ര റിസ്ക് ഉള്ള സാധ്യതകളിലൂടെ കടന്നാണ് വെച്ച് നമ്മുടെ കയ്യിൽ വരുന്നത്. ആ കൊച്ചിനെ പലപ്പോഴും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനം. ദൈവം നമുക്ക് നൽകിയ വിസ്മയകരമായ ദാനം. ദാവീദ് പറഞ്ഞു, അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ പിറന്നു വീണു. ഉദരത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ദൈവം. ബൈബിൾ പരിചയപ്പെടുത്തുന്ന അമ്മയുടെ 4 ദൈവിക സവിശേഷതകളാണ് തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത്. 1, അമ്മയുടെ സ്നേഹകരങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കംഫർട്ട് സോണാണ്. മദേഴ്സ് graceful arms are God's favorite comfort zone. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ദൈവസ്നേഹം പോലെ അനന്തമാണ്, അനശ്വരമാണ്. Mother's love for her child is infinite and eternal as God's love. 3, മക്കളെ ആശ്വസിപ്പിക്കാനുള്ള പ്രസാദാത്മകമായ വാക്കുകൾ
ദൈവം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക സിദ്ധിയാണ്. Pleasant words are comfort. Children are gift of God's gift. We are enjoying through the words of our mother. അമ്മയ്ക്ക് മക്കളോടുള്ള ബന്ധം ശാശ്വതമാണ്, അനശ്വരമാണ്. Mother's bond with her children is eternal and immortal. Praise the Lord. അമ്മയിൽ നിന്ന് നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ പ്രൊഫൈൽ എൻ്റെ പരിമിതമായ വാക്കുകളിലൂടെ നിങ്ങളുടെ ചിന്തകളിൽ വാങ്മയ ചിത്രങ്ങളായി എഴുതുവാൻ ഞാൻ ശ്രമിച്ചു. വിജയിച്ചോ എന്നെനിക്കറിയില്ല. ശുദ്ധിമതിയായ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ, ഈ ദൈവസ്നേഹത്തിൻ്റെ അലതല്ലുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് തിരക്കുള്ള ജീവിതത്തിൻ്റെ ഈ തിരക്കുകളിൽ നിന്ന് സമയം കണ്ടുപിടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യവും യാഥാർത്ഥ്യവുമായ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയാൻ നമുക്ക് ഒരുമിച്ച് ചേരാൻ തോന്നിയത്. നമുക്ക് ഒരുമിച്ച് വളരെ സുപരിചിതമായ പാട്ട് ഒന്ന് കൊയറിനോട് ചേർന്ന് പാടാം. നിത്യവിശുദ്ധയാകുന്നുള്ള പാട്ട്. നിത്യവിശുദ്ധയ കന്യമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞവളേ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞവളേ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു പെയ്യുന്ന പുറങ്ങളിലൂടെ അന്തിക്കിടയിൽ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞവളേ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുൻപിൽ മുൾമുടി ചൂടി കുരിശു ചുമന്നിട മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. Let's pray. Heavenly Father, we thank you for Jesus Christ, that He died on the cross for us instead of us. We thank you also for your mother,
the Virgin Mary, who raised him perfectly to do your will. And then watch him die for us on the cross. Beloved Father, we respect all the mothers who take the task of motherhood seriously. We thank you for the gift of mothers who embody your love and nurturing spirit. Please bless them with your strength, wisdom, and patience as they guide and care for their families. Grant all mothers peace in times of stress and joy in their daily sacrifices. May they feel your presence and know how deeply they are loved and appreciated by you, Lord. Help them to find rest and renewal and surround them with your grace and eternal protection. Dear beloved mothers, may the fruits of Holy Spirit fill you with the favor of the Lord be upon you. Lord, we remember the women who cannot have children. We pray for those who have lost their beloved children. We pray for all mothers who are helpless because of various crises like disease, war, disasters, and marital crisis. Graceful tribute to all mothers who have completed their motherhood and journeyed to eternity. Lord Jesus, give us compassionate and graceful blessing by the merciful prayer of our beloved Mother Mary. Praying in the precious name of our beloved Jesus, let us all join together and say, Amen. Amen. Thank you. എല്ലാവരെയും മുഖാമുഖം കാണുവാനും ദൈവ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവകയുടെ ഭാരവാഹികളോടും പ്രിയപ്പെട്ട നിങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.